ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ പ്ലംബിങ്ങിന് ഉപയോഗിക്കുന്ന സമയത്ത് സാഡിലുകൾ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏതൊക്കെ സാഡിലുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് അത് അങ്ങനെ യൂസ് ചെയ്യേണ്ടത് ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാഡിൽ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈപ്പ്, അതായത് പൈപ്പ് ഹാങ് ചെയ്ത് മറ്റേ ഭിത്തിയിലൊക്കെ അടുപ്പിച്ച് ഉറപ്പിച്ച് വെക്കുന്നതിന്, അതായത് നമ്മൾ ഇത് പറഞ്ഞ പോലെ തന്നെ ക്ലോസറ്റിൻ്റെ ആണെങ്കിലും വെള്ളത്തിൻ്റെ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പുകളാണെങ്കിലും ഏറ്റവും മുകളിൽ നിന്ന് വാർക്കയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് വീടിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും നമ്മൾ താഴേക്ക് കൊണ്ടുവരുന്ന പൈപ്പുകളെല്ലാം ഭിത്തിയിൽ ഉറപ്പിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന സാഡിലുകൾ. അപ്പോൾ അത് പല വളവിൽ വരുന്നുണ്ട്. 4 ഇഞ്ച്, 2 ഇഞ്ച്, 3 ഇഞ്ച്, 1.5 ഇഞ്ച്, 2.5 ഇഞ്ച്, അതുപോലെ തന്നെ 3/4 ഇഞ്ച്, 1 ഇഞ്ച് ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വീടിന് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 4 ഇഞ്ച്, 2 ഇഞ്ച്, 1 ഇഞ്ച്, പിന്നെ 1.5 ഇഞ്ച്, 3/4 ഇഞ്ച് CPVCയുടെ സാഡിൽ, അത് ചൂടുവെള്ളത്തിൻ്റെ സാഡിൽ. ASTM നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ASTM അത്യാവശ്യം നല്ല റേറ്റ് കൂടിയ മെറ്റീരിയൽസാണ് പൈപ്പുകൾ വരുന്നത്. അതിൻ്റെ സാഡിൽ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് ASTM വരുന്ന സാഡിലുകളാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഏത് ടൈപ്പ് സാഡിൽ യൂസ് ചെയ്താലും ഈ സാഡിലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിരിക്കണം എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാരണം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷം നോക്കിക്കഴിഞ്ഞാൽ പല വീടുകളിലും കാണാൻ സാധിക്കുന്നത് നമ്മൾ പൈപ്പ് ഭിത്തിയിൽ അടുപ്പിച്ച് ഉറപ്പിച്ചിരിക്കുന്ന സാഡിലുകൾ പതുക്കെ പതുക്കെ തുരുമ്പ് പിടിക്കുന്നത് കാണാൻ സാധിക്കും. അത് കറക്റ്റായിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭിത്തിയിൽ ഉറച്ചിരിക്കുന്ന ഏരിയ ഉണ്ട്, കണ്ട ഈ ഏരിയയാണ്. ഈ ഏരിയയിലാണ് തുരുമ്പ് പിടിച്ചിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ആ ഏരിയയിൽ തുരുമ്പ് പിടിച്ച് പതുക്കെ ഒടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പൈപ്പുകളെല്ലാം തന്നെ പല രീതിയിൽ പോകും. പിന്നെ വെയിലടിക്കുന്ന സമയത്ത് ഈ സാഡിൽ ഒടിഞ്ഞു പോയ സ്ഥലത്താണെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കുന്ന പൈപ്പുകൾ പതുക്കെ വളയാനുള്ള ചാൻസ് ഉണ്ട്. ചൂടിൻ്റെ കാര്യം കൊണ്ട് പതുക്കെ വളഞ്ഞ് അതിൻ്റെ ഷേപ്പ് മാറ്റപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ, അതായത് നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല ക്വാളിറ്റിയുള്ള സാഡിൽ യൂസ് ചെയ്യണമെന്നാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഒരുപാട് റേറ്റ് കാര്യങ്ങൾ വ്യത്യാസമില്ല. കാരണം ഭിത്തിയിൽ നമ്മൾ കൂടി വന്നു കഴിഞ്ഞാൽ അടിക്കുന്ന സാഡിലുകൾ വളരെ എണ്ണം കുറവാണ് വരുന്നത്. ബാക്കി അത്യാവശ്യം വരുന്നത് ഭിത്തിയിൽ വരുന്നതെല്ലാം തന്നെ ഒരു ഒറ്റ ഭിത്തിയാണെങ്കിൽ, ഇപ്പോൾ 2 നില വീടാണെങ്കിൽ ഒറ്റ ഭിത്തിയിൽ കൂടി വന്ന ഒരു 3 സാഡിൽ, അത് ഒറ്റ പൈപ്പിനാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതിന് മുകളിലേക്ക് ഒരു 3 സാഡിൽ, ഇങ്ങനെയാണ് സാധാരണ കോമൺലി ഒരു 6 സാഡിൻ്റെ ആവശ്യം വരാറുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ലാഭം നോക്കണേക്കാൾ നല്ലത് വാങ്ങുമ്പോൾ ഇതുപോലുള്ള സാഡിൽ വാങ്ങിക്കുക. SS-ൻ്റെ സാഡിൽ വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ആ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാങ്ങിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു തുരുമ്പ് പിടിക്കാത്തതായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇത് ASTM-ൻ്റെ വന്നിരിക്കുന്ന സാഡിലാണ്. ഇത് എത്രത്തോളം സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം അതിൻ്റെ മുകളിൽ പൗഡർ കോട്ടിംഗ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത്. പൗഡർ കോട്ടിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പ് വരില്ല എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ഈ താഴെ കാണുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടോ, അതാണ് ഏറ്റവും നല്ലത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും തുരുമ്പ് കാര്യങ്ങൾ ഉണ്ടാവില്ല. അത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റെയിൻലെസ് സ്റ്റീലാണെങ്കിലും നമ്മൾ സൂക്ഷിച്ച് നോക്കി വാങ്ങിക്കണം. കാരണം സ്റ്റീലിൻ്റെ ആണി എന്ന് പറഞ്ഞു വരുന്നത്, നമുക്ക് വരുന്ന ആണികളെല്ലാം തന്നെ എല്ലാം സ്റ്റീലിൻ്റെ ആണികളല്ല, അത് പതുക്കെ തുരുമ്പ് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒറിജിനൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അപ്പോൾ വാങ്ങിച്ച് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നാലേ നമുക്ക് ഇത് ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.